ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം 2 രാജാക്കന്മാർ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 2 അധ്യായം 34 വാക്യം. ഹൊഫ്നിക്കും ഫീനെഹാസിനും ഭവിക്കാനിരിക്കുന്നത് നിനക്ക് ഒരു അടയാളം ആകും. ശീലോവിലെ ഏലി പുരോഹിതന്റെ പുത്രന്മാരും പുരോഹിതന്മാരുമായിരുന്നു ഹൊഫ്നിയും ഫീനെഹാസും. ഹൊഫ്നി എന്ന പേരിന് വഴക്കാളി എന്നും ഫീനെഹാസ് എന്നതിന് അരുളപ്പാട് എന്നതുമാണ് അർത്ഥം. എന്നാൽ ഇവരെക്കുറിച്ച് 1 ശമൂവേൽ 2 അധ്യായം 12 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരും ആയിരുന്നു എന്ന്. തെറ്റായ ജീവിതം നയിച്ച മറ്റു പലരും വേദപുസ്തകത്തിൽ ഉണ്ടെങ്കിലും ഇവരെപ്പോലെ ഇത്ര ഹീനമായി മറ്റുള്ള ആരെയും കുറിച്ച് വേദപുസ്തകത്തിൽ പറയപ്പെടുന്നില്ല. കാരണം ഇവർ പുരോഹിത മക്കളും പുരോഹിതന്മാരും ആയിരുന്നു. സമൂഹത്തിൽ മാതൃക പകരേണ്ടവർ തന്നെ സമൂഹത്തിന് ദോഷമായി ഭവിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലാണ് ഇവരുടെ പിതാവിൻ്റെ സംരക്ഷണത്തിലും ഉപദേശത്തിലും കൂടെ ശമൂവേൽ ബാലൻ മാതൃകയോടെ വളർന്നു വരുന്നത്. ഈ പ്രഭാതത്തിൽ നമുക്ക് ഏലി പുരോഹിതന്റെ മക്കളുടെ ജീവിത രീതികളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായി, അവർ പാപത്തിന് അടിമകളായിത്തീരുന്നു. ദൈവഭയമില്ലാത്തവരായി ജീവിക്കുന്ന മക്കൾ തിരുനിവാസത്തിൽ അർപ്പിക്കുന്ന യാഗവും വഴിപാടും ചവിട്ടി നശിപ്പിച്ചു. എല്ലാ വഴിപാടുകളുടെയും പ്രധാന ഭാഗം അവർ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ദൈവം അവരെ ഏൽപ്പിച്ച പുരോഹിത ശുശ്രൂഷ അവർ അലക്ഷ്യമാക്കി കളയുന്നു. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ദൗത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നവരായിട്ട് നമുക്ക് ഇവരെ കാണുവാൻ കഴിയും. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം മറന്ന് പാപത്തിന് അധീനരായിട്ട് തീരുന്നു. പിതാവായ ഏലി പുരോഹിതന്റെ ഉപദേശവും അവർ അനുസരിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. അതിലൂടെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന കൽപ്പനയും അവർ നിരസിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ ഹൊഫ്നിയും ഫീനെഹാസും നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിട്ട് മാറുന്നു. രണ്ടാമതായിട്ട്, ന്യായവിധി ഏറ്റുവാങ്ങുന്ന മക്കളായി തീരുന്നു. ശീലോവിലെ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ബാല്യക്കാരികളുമായി ഇവർ പരസ്യമായി ദുർമാർഗ ജീവിതം നയിക്കുന്നു. മാത്രമല്ല, ഭോഗപ്രിയരും അഹങ്കാരികളുമായി ഇവർ തീരുന്നതായിട്ട് കാണുന്നു. ജനത്തെ ദൈവഭാഗത്തേക്ക് തിരിക്കേണ്ടിയിരുന്നവർ സ്വാർത്ഥരായിട്ട് മാറുന്നു. അതിൻ്റെ ഫലമായി ഫെലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ ഹൊഫ്നിയും ഫീനെഹാസും കൊല്ലപ്പെടുന്നു. ദൈവത്തിൻ്റെ പെട്ടകം ഫെലിസ്ത്യർ പിടിച്ചെടുക്കുന്നു. തുടർന്ന് ഫീനെഹാസിൻ്റെ ഭാര്യയും ഏലി പുരോഹിതനും ആ കുടുംബം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നു. പ്രിയമുള്ളവരെ, ഓരോരുത്തർക്കും ജീവിക്കുവാൻ ദൈവം ഒരു പാത ഒരുക്കിയിട്ടുണ്ട്. അത് കണ്ടെത്തി അതിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ. ദൈവഭയത്തോടെ മറ്റുള്ളവർക്ക് നമ്മെ അനുകരിക്കത്തക്ക വിധത്തിൽ നമുക്ക് ജീവിതം നയിക്കാം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പ്രിയ കർത്താവേ, ന്യായവിധിക്ക് ഓഹരിക്കാരാകാതെ ജീവിപ്പാൻ ഞങ്ങളെ തുണയ്ക്കണമേ. ആമേൻ.